ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന മിൽഫോർഡ് സൗണ്ട്സ് എന്ന പ്രകൃതി വിസ്മയത്തിലേക്കാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സൗത്ത് ഐലൻഡ് കാണാൻ വന്നിട്ടുള്ള ആരും തന്നെ മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടാണ് മിൽഫോർഡ് സൗണ്ട്. നമ്മളതിലേക്ക് ക്രൂയിസിന് പോകാനായിട്ട് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് നമ്മൾ കയറുകയാണ്. ഇതിൽ ഒരു 1.5 മണിക്കൂർ നമുക്ക് ബോട്ട് യാത്ര ചെയ്യാം. മിൽഫോർഡ് സൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ 2 സൈഡുകളും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു ഉൾക്കടൽ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെപ്പറ്റി വിശേഷിപ്പിക്കാം. ലോകത്തിലെ തന്നെ 8ാമത്തെ മഹാത്ഭുതം എന്നാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വർഷം തോറും 3 മില്യൺ സഞ്ചാരികൾ ഇവിടെ വന്നു പോകുന്നു എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൻ്റെ ഒരു ഭാഗം ടാസ്മാൻ സീയുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 15 കിലോമീറ്റർ ഉള്ളിലോട്ട് ഈ മിൽഫോർഡ് സൗണ്ട് കയറി കിടക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ 2 സൈഡിലും കാണുന്ന ഈ നൂല് പോലെ കാണുന്നതെല്ലാം വാട്ടർഫോൾസാണ്. ഒട്ടനേകം വാട്ടർഫോൾസ് ഉണ്ട്. മെയിനായിട്ട് 2 വലിയ വാട്ടർഫോൾസാണ്. പക്ഷേ മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ഫോൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നതൊക്കെ ചെറിയ ചെറിയ വാട്ടർഫോളുകളാണ് ഈ നൂല് പോലെ കാണുന്നത്. ഈ മലകളുടെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 1692 മീറ്ററാണ്. നമുക്ക് മിൽഫോർഡ് സൗണ്ട് കാണണമെങ്കിൽ നമുക്ക് ബസ് ബുക്ക് ചെയ്ത് അങ്ങനെ പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചും പോകാൻ പറ്റും. ഇതിൻ്റെ അടുത്തുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് ടിയാനോ എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്, ഒരു ടൗൺഷിപ്പ്. അത് കഴിഞ്ഞ് മിൽഫോർഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൗൺഷിപ്പാണ്. ഇവിടെ ആകെ പോപ്പുലേഷൻ 120 പേരാണുള്ളത്. ജസ്റ്റ് 120 പീപ്പിൾ അപ്രോക്സിമേറ്റ്ലി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടാസ്മാനിയൻ സീയുടെ മൗത്ത് സൈഡിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഓളവും അലയൊക്കെ നമുക്ക് കാണുന്നത്.
ലോകത്തിലെ തന്നെ വെറ്റസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ് മിൽഫോർഡ് സൗണ്ട്. ന്യൂസിലാൻഡിലെ ഒന്നാമത്തെ വെറ്റസ്റ്റ് പ്ലേസാണ്. യാത്രക്കിടയിൽ ഇതവിടെ പാറയുമ്പോൾ കുറച്ച് അതിഥികളെ നമ്മൾ കണ്ടെത്തി. ഒരു സീലൊക്കെ കടലിൽ നിന്ന് കയറി വന്ന് വെയിൽ കൊള്ളാനിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഒരു ലൈഫിൽ വൺ ടൈം വന്ന് കാണാൻ പറ്റിയൊരു പ്രദേശമാണ്. നോർത്തിലൊക്കെ താമസിക്കുന്നവർക്ക് സൗത്ത് ഐലൻഡൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്.